AIADMK BJPയുടെ പരസ്യ പങ്കാളിയാണെങ്കിൽ DMK രഹസ്യ പങ്കാളിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് തമിഴ് വെട്രി കഴകം സ്ഥാപകനും നടനുമായ വിജയ് രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം അവർ മാറ്റിവെച്ചുകൊണ്ട് AIADMK വീണ്ടും BJPയിലേക്ക് തിരികെ എത്തിയതും. അതോടെ തന്നെ ഈ ഒത്തുചേരൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളാണ് വഴിവെച്ചിരിക്കുന്നതും. ഇപ്പോൾ വിജയ് പറയുന്നത് ഇങ്ങനെയാണ്: DMK സർക്കാരുമായി BJP പരസ്യമായ രഹസ്യ സഖ്യത്തിലാണെന്നതാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് എന്ന് കാണിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തിരിക്കുന്നതും. BJPയുടെ പരസ്യ പങ്കാളിയാണ് അണ്ണാ DMK. ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ നേരത്തെ തള്ളിയതാണ്. DMK നേരത്തെ മുതൽ BJPയുടെ രഹസ്യ പങ്കാളിയാണ് എന്നും വിജയ് പറയുകയാണ്. AIADMK സ്ഥാപകൻ MGRന്റെ ആശയങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം. MGRന്റെ അനുഗ്രഹം ഇപ്പോൾ തമിഴ് വെട്രി കഴകത്തിനൊപ്പമാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയും അതുപോലെ DMKയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. അവിടെ AIADMKക്ക് സ്ഥാനമില്ല എന്നാണ് വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 തമിഴ്നാട്ടിൽ DMK സർക്കാർ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട്ടിൽ പളനിസ്വാമിയും തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. പളനിസ്വാമി ആയിരിക്കും സഖ്യ സർക്കാരിനെ നയിക്കുന്നതെന്നും അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന അണ്ണാമലയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്നും അമിത് ഷാ ഒരു സൂചനയും നൽകിയിട്ടുണ്ട്. അണ്ണാമലയ്ക്ക് പകരം നൈനാൾ നാഗേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ സഖ്യ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതും. അതേസമയം തമിഴ്നാട് BJPയെ അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് കേന്ദ്രം. തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് പകരം നൈനാർ നാഗേന്ദ്ര BJP അധ്യക്ഷനാകും. അതുപോലെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് നൈനാർ പത്രിക നൽകിയിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണി വരെയായിരുന്നു ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധിയും. നൈനാർ നാഗേന്ദ്രൻ മാത്രമാണ് സംസ്ഥാന BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നതും. നാളത്തെ അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി തന്നെ പ്രഖ്യാപിക്കും. നൈനാറിനെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും വാനതി ശ്രീനിവാസനും രാജിയും പെൻ രാധാകൃഷ്ണനും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും BJP പ്രവർത്തകനായിരിക്കണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിരുന്നു. അതോടെ തന്നെ 2017 പാർട്ടിയിലെത്തി മത്സര രംഗത്ത് സജീവമായ നൈനാർ നാഗേന്ദ്രൻ MLA ഉൾപ്പെടെ തന്നെ പലരും അയോഗ്യരാകുമെന്നതാണ് കരുതിയിരുന്നതും. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ കൂടെ തന്നെ നൈനാറിന് ഇളവ് നൽകുകയായിരുന്നു ചെയ്തതും. അണ്ണാമലയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നുകൊണ്ടായിരുന്നു നേരത്തെ EPSന്റെ നേതൃത്വത്തിൽ അണ്ണാ DMK NDA മുന്നണി വിട്ടത്. അതേപോലെ തന്നെ 2019 അണ്ണാമലൈ തന്റെ ജോലി രാജിവെക്കുന്നതും. രാജിക്ക് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന് പ്രചോദനമാവുകയായിരുന്നു ചെയ്തതും. അണ്ണാമലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും കാണുകയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ തനിക്ക് എത്രമാത്രം മതിപ്പുണ്ടെന്നും ജീവിതത്തിൽ വ്യത്യസ്തമായ ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പോലീസ് സേന വിട്ട് 1 വർഷത്തിനു ശേഷം 2020 ഓഗസ്റ്റ് 25 അദ്ദേഹം BJP നേതാവ് LK അദ്വാനിയെ കാണുകയും L മുരുകന്റെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി BJPയിൽ ചേരുകയും പിന്നീട് തമിഴ് BJP അധ്യക്ഷ സ്ഥാനത്തെ വരികയായിരുന്നു ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.